ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്, ഏത് സബ്ജക്റ്റിൽ നിന്നും അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, ഹീറ്റ് അഫക്റ്റഡ് സോൺ. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുന്നത് ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന ഈ ടോപ്പിക്കാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മൊഡ്യൂളിലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് ടെക്നിക്കുകളിലും ഈ ഹീറ്റ് അഫക്റ്റഡ് സോണിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മെറ്റീരിയൽ സയൻസിൽ, അതായത് S2-ൽ നമ്മൾ മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിച്ചിരുന്നു. ഈ സബ്ജക്റ്റിൽ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ ഒരു മെറ്റീരിയലിന് എന്തൊക്കെ പ്രോപ്പർട്ടിയിൽ ഡിഫറൻസസ് ഉണ്ടാകുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്നൊരു കോൺസെപ്റ്റ് തന്നെ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് നോക്കാം ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്താണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു മെഷീനിങ് പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണ്. ഏതാണ്? EDM, അതായത് ഇലക്ട്രോ ഡിസ്ചാർജ് മെഷീനിങ്. ഹീറ്റ് ഉപയോഗിച്ച് മെഷീനിങ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെഷീനിങ് ആണ് EDM പ്രോസസ്. ഈ EDM പ്രോസസ്സിൽ എന്താണ് ചെയ്യുന്നത്? ഹീറ്റ് ഫ്രം ദ ഇലക്ട്രിക്കൽ സ്പാർക്ക്. ഓക്കെ, ഹീറ്റ് സ്പാർക്കിൽ നിന്നും, അതായത് സ്പാർക്കിൽ നിന്നും ഉണ്ടാകുന്ന ഹീറ്റിനെ മെറ്റീരിയൽ റിമൂവലിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് സ്പാർക്ക് ക്രിയേറ്റ് എ ഹീറ്റ് അഫക്റ്റഡ് സോൺ. ഓക്കെ, ആ സ്പാർക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഹീറ്റ് അഫക്റ്റഡ് സോൺ ഉണ്ടാക്കുന്നു. അതെങ്ങനെയാണ്? നമ്മളൊരു മെറ്റീരിയലിന്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് ഹീറ്റ് കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം നമ്മൾ ഹീറ്റ് കൊടുക്കുന്നുണ്ട്. എന്തിന്? നമുക്ക് ആ റീജിയണിലുള്ള മെറ്റീരിയൽ റിമൂവ് ചെയ്യിക്കാൻ വേണ്ടി. പക്ഷെ ഹീറ്റ് കണ്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹീറ്റ് എന്ന് പറയുന്നത് കണ്ടക്റ്റീവ് ആണ്. ഏതൊരു മെറ്റീരിയലിലും അത് ഒരു ചെറിയ ഏരിയയിലെങ്കിലും കണ്ടക്റ്റീവ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ റിമൂവ് ആയി കഴിഞ്ഞിരുന്നാലും അതിൽ നിന്നും കണ്ടക്ട് ചെയ്ത് പോയ ഹീറ്റ് ഒരു സ്പെസിഫിക് ഏരിയ വരെ എത്തിയിട്ടുണ്ടാകും. ആ എത്തിയിരിക്കുന്ന ഏരിയയിൽ എന്ത് ചേഞ്ച് ഉണ്ടാക്കും? നമ്മുടെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് ഉണ്ടാക്കും. നേരത്തെ പറഞ്ഞതുപോലെ മെറ്റീരിയൽ സയൻസിൽ ഇങ്ങനെയുള്ള ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫേസ് ചേഞ്ചസ് ഉണ്ടാകാം. ഓക്കെ, സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്കുള്ള ഫേസ് ചേഞ്ചിനെ കുറിച്ചല്ല പറയുന്നത്. സോളിഡിൽ നിന്ന് തന്നെ ഫേസ് ചേഞ്ചുകൾ ഉണ്ടാകാറുണ്ട്. അതേപോലെ ചേഞ്ചുകൾ ഉണ്ടായി പ്രോപ്പർട്ടി മാറിയിട്ടായിരിക്കും ഈ പറയുന്ന ഹീറ്റ് അഫക്റ്റഡ് സോൺ ജനറേറ്റ് ആയിട്ടുണ്ടാവുക. അപ്പൊ നമുക്കങ്ങനെ ഹീറ്റ് അഫക്റ്റഡ് സോണുകളെ, അതായത് ഹീറ്റിംഗ് ചെയ്തതിന് ശേഷമുള്ള സോണുകളെ നമുക്ക് എന്തായിട്ട് തിരിക്കാം? 3 ആയിട്ട് തിരിക്കാം. അത് ഏതൊക്കെയാണ്? റീകാസ്റ്റ് ലെയർ, ഹീറ്റ് അഫക്റ്റഡ് സോൺ, അൺഅഫക്റ്റഡ് സോൺ എന്ന് പറയുന്ന 3 സോണുകളായിട്ട് തിരിക്കാം. അതിൽ റീകാസ്റ്റ് ലെയർ ആരാണ്? റീകാസ്റ്റ് ലെയർ എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ ഒരു പ്രോസസ്സ് ചെയ്യുന്നു. അതൊരു EDM ആകാം. ഹീറ്റ് യൂസ് ചെയ്ത് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഒരു ലെയർ, ഓക്കെ, ഓരോ ലെയറുകളായിട്ടായിരിക്കും റിമൂവ് ആകുന്നത്. അങ്ങനെ റിമൂവ് ആയതിനു ശേഷം അതിൽ നിന്നും റിമൂവ് ആകാതെ ഒരു ലിക്വിഫൈ ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറിയ ഒരു ലെയർ തിരിച്ച് പിന്നെയും സോൾഡിഫൈ ആയിട്ട് ആ റീജിയനിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, തിരിച്ച് ആ റീജിയനിലോട്ട് തന്നെ തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് അത് സോളിഡ് ആയിട്ട് ആ റീജിയനിൽ ഉണ്ടാവാം. അത് നമുക്ക് നോക്കാം. ഈ ഒരു സ്ട്രക്ചർ നോക്കി, നമ്മൾ EDM ചെയ്ത ഒരു സ്ട്രക്ചർ ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ഈ സർഫസിനെ നമ്മൾ ഇലക്ട്രോ ഡിസ്ചാർജ് മെഷീനിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മെഷീൻ ചെയ്തതിന് ശേഷം ഒരു സ്പെസിഫിക് ലെയർ, ഒരു തിൻ സ്പെസിഫിക് ലെയർ എന്തായിട്ട് മാറുന്നു? അവിടെ റീസോൾഡിഫൈ ആയിട്ട് വന്നിരിപ്പുണ്ട്. ഓക്കെ, റീസോൾഡിഫൈ ആയിട്ട് വന്നിരിപ്പുണ്ട്. ആ ലെയറിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? റീകാസ്റ്റ് ലെയർ എന്ന് വിളിക്കുന്നു. ഈ റീകാസ്റ്റ് ലെയറിന് ശേഷം അതിന് താഴെയായിട്ട് ആരുണ്ട്? നമ്മുടെ ഹീറ്റ് അഫക്റ്റഡ് സോൺ ഉണ്ട്. ഈ റീകാസ്റ്റ് ലെയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഓൾറെഡി ഒരു ലിക്വിഡ് ആയതിനു ശേഷം പിന്നെ സോളിഡ് ആയതാണ്. സോ ഇതിനെ ചിലപ്പോൾ തട്ടിയാലോ ഒന്ന് ചെറുതായിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ പോലും ഇത് എന്തായി പോകും? ഈ നമ്മുടെ സ്ട്രക്ചറിൽ നിന്ന് പൊട്ടിപ്പോകും. പക്ഷേ ഹീറ്റ് അഫക്റ്റഡ് സോൺ അങ്ങനെയല്ല. ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത് ഈ ടോട്ടലായിട്ടുള്ള നമ്മുടെ പാരന്റ് മെറ്റീരിയലിന്റെ പാർട്ട് തന്നെയാണ്. പക്ഷേ ഗ്രെയിൻ സ്ട്രക്ചറിൽ മാറ്റം വന്നിട്ടുണ്ട്.
കാരണം എന്താണ്? അവിടെ ഹീറ്റ് അതിന്റെ റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഹീറ്റ് അഫക്റ്റ് ചെയ്ത റീജിയൺ ആയിട്ട് പറയുന്നത്. ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ഹീറ്റ്, നമുക്ക് ഇതുവരെ മെറ്റീരിയൽ റിമൂവ് ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, റിമൂവ് ആയി. പക്ഷേ പാരന്റ് മെറ്റീരിയലിന്റെ സ്ട്രക്ചർ പ്രോപ്പർട്ടിയിൽ നിന്നും എന്ത് വ്യത്യാസം വന്നിട്ടുണ്ട്? പ്രോപ്പർട്ടിക്ക് ചേഞ്ച് വന്നിട്ടുണ്ട് ഈ കാണുന്ന റീജിയണിൽ. ആ റീജിയണിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയാം. അതിന് താഴെയായിട്ട് ഈ ഹീറ്റ് അഫക്റ്റ് ആവാത്ത ഒരു റീജിയൺ ഉണ്ടാവും. അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഹീറ്റ് അൺഅഫക്റ്റഡ് സോൺ ആയിട്ട് പറയാം. അത് അൺഅഫക്റ്റഡ് സോൺ ആണ്. അപ്പോ ഇതിന് ഈ കാണുന്ന ഹീറ്റ് അഫക്റ്റഡ് സോണിന് this layer also has different microstructure and metallographic characteristic than the base material. Base materialന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്കിൽ നിന്നും വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ ബേസ് മെറ്റീരിയൽ ഡക്റ്റൈൽ ആയിരുന്നിരിക്കാം, ഇത് പക്ഷെ ബ്രിട്ടിലായി മാറിയിട്ടുണ്ടാവും. എങ്ങനെയായാലും അതിന് വ്യത്യാസം വന്നിട്ടുണ്ട്, കാരണം ഹീറ്റ് തന്നെയാണ്. റീകാസ്റ്റ് ലെയർ, ഏറ്റവും മുകളിലുള്ള ലെയർ ഉണ്ടല്ലോ, അതിന് നമുക്ക് മറ്റൊരു പേരൂടെ വെച്ച് വിളിക്കാം, വൈറ്റ് ലെയർ എന്നുകൂടെ നമ്മൾ പറയാറുണ്ട്. ആർ ഡിസൈറബിൾ സിൻസ് ദേ ക്യാൻ ബി ക്രാക്ഡ് ആൻഡ് ബ്രിട്ടിൽ. അത് അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. കാരണം എന്താണ്? അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ പോലും അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഹീറ്റ് അഫക്റ്റഡ് സോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന വൈറ്റ് ലെയറിന് താഴെയായിട്ടാണ് ഹീറ്റ് അഫക്റ്റഡ് സോൺ വരുന്നത്. അത് ഇറ്റ് ഈസ് എ നോൺ മെൽറ്റഡ് ഏരിയ. അത് റീസോൾഡിഫൈ ആയിട്ട് വന്നതല്ല, അതൊരു നോൺ മെൽറ്റഡ് ഏരിയ ആണ്. പക്ഷേ ഹാസ് അണ്ടർഗോൺ ചേഞ്ചസ് ഇൻ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്. അത് മെറ്റീരിയൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടാകും ആസ് എ റിസൾട്ട് ഓഫ് ബീങ് എക്സ്പോസ്ഡ് ടു ഹൈ ടെമ്പറേച്ചർ. പക്ഷേ ബട്ട് ദ മെറ്റലോഗ്രഫിക്കൽ സ്ട്രക്ചർ ഓഫ് ദ പാരന്റ് മെറ്റീരിയൽ വിൽ നോട്ട് അഫക്ട് മച്ച്. അതിന്റെ പാരന്റ് മെറ്റീരിയലിന്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചറിൽ മാറ്റം വന്നിട്ടില്ലെങ്കിൽ പോലും ഈ ഹീറ്റ് അഫക്റ്റഡ് സോണിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ മാറ്റം വന്നിട്ടുണ്ടാകും, അതിന്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസിൽ മാറ്റം വന്നിട്ടുണ്ടാകും. ഓക്കെ, അതിന് താഴെയായിട്ടാണ് വരുന്നത് ദ ഡെപ്ത് ഓഫ് ദ ഹീറ്റ് അഫക്റ്റഡ് സോൺ ആൻഡ് ദ റീകാസ്റ്റ് ലെയർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പവർ ടൈപ്പ് ഓഫ് പവർ സപ്ലൈ. നമ്മൾ കൊടുക്കുന്ന പവർ എത്രത്തോളം ഇന്റൻസ് ആയിട്ടുള്ള ഹീറ്റ് ആണ് കൊടുത്തത്, അത് എത്രത്തോളം കണ്ടക്ട് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട്, എത്രത്തോളം ഹീറ്റ് അവിടെ ജനറേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഹീറ്റ് എഫക്ട് സോണിന്റെ തിക്നെസ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് താഴെയായിട്ട് ആരുണ്ട്? അൺഅഫക്റ്റഡ് സോൺ ഉണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു ചേഞ്ചും വന്നിട്ടുണ്ടാവില്ല. അവിടെ ചിലപ്പോൾ ഹീറ്റ് എത്തിയിട്ടുണ്ടാകാം, പക്ഷേ ഈ ഒരു പ്രോപ്പർട്ടി ചേഞ്ച് വരാനുള്ള ഹീറ്റ് അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടാകില്ല. ഓക്കെ, ഈ കാണുന്നത് ഹീറ്റ് എഫക്റ്റഡ് സോണിന്റെ ഒരു സെം ഇമേജ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെന്നാൽ, ഇതിന്റെ ഒരു റീസോൾഡിഫൈ ആയിട്ടുള്ള ഒരു ലെയർ ഏറ്റവും പുറത്തായിട്ട് ലിക്വിഡ് ആയതിനു ശേഷം പിന്നെ റീസോൾഡിഫൈ ആയിട്ടുള്ള ഒരു ലെയർ ആണ്. ഇതിനടിയിലായിട്ട് എന്തുണ്ട്? അൺഅഫക്റ്റഡ് സോൺ ഉണ്ട്. അതിന്റെ രണ്ടിന്റെയും ഇടയിലായിട്ട് ഹീറ്റ് അഫക്റ്റഡ് സോണുമുണ്ട്. ഈ ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത് മൊഡ്യൂൾ 2 തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതുപോലെ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിന് വേണ്ടിയിട്ട് വീണ്ടും വീഡിയോസ് സെർച്ച് ചെയ്യുക. താങ്ക് യു.